നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? നവംബർ 3 ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു സോഷ്യൽ സയൻസിൻ്റെ 6ാം ക്ലാസ്സുകാരുടെ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠമായിരുന്നു അല്ലേ? ഉൽപ്പാദന പ്രക്രിയയിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാഠം എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി. അതിൽ നമ്മൾ തൊഴിലിനെ പറ്റിയിട്ടും സാധനങ്ങളെ പറ്റി സേവനങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 5 ദ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി, ഭൂമി കഥയും കാര്യവും എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. മനുഷ്യൻ എന്നല്ല, മറ്റെല്ലാ ജീവജാലങ്ങൾക്കും പാർക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഇവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ ഘടനയും മാറി മാറി വരുന്ന കാലാവസ്ഥയെല്ലാം ഭൂമി എന്ന ഗ്രഹത്തിനു മാത്രം അവകാശപ്പെട്ടതാണ്. അതിവിശാലമായ ഭൂഖണ്ഡങ്ങളും അനേകായിരം ദ്വീപുകളും ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളും അത്യാഘാതമായ ആഴക്കടലുകളും അതിഷ്ണ മരുഭൂമികളും അതിശൈത്യ പ്രദേശങ്ങളും ഒക്കെ എന്തുണ്ട്? നമ്മുടെ ഭൂമിയിലുണ്ട്. ഇനിയുമുണ്ട് ഭൂമിക്ക് ഒരുപാട് പ്രത്യേകതകൾ. അവയെക്കുറിച്ചെല്ലാം നമുക്ക് ഈ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സ്റ്റോറിയാണ് നിങ്ങൾക്ക് വായിച്ചു തരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? എല്ലാവർക്കും സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റോറി തന്നെ കേൾക്കാം. ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ ഇത്. ഞാൻ റീഡ് ചെയ്യാം. An ancient town in the 2nd century BC. ഞാൻ ആദ്യം ഇംഗ്ലീഷ് റീഡ് ചെയ്യാം, എന്നിട്ട് മലയാളത്തിൻ്റെ സ്റ്റോറി വായിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും കേട്ടോ. An ancient town in the 2nd century BC, the people are celebrating the day of the marriage procession of their prince. എന്താണ്? 2ാം നൂറ്റാണ്ടിൽ, BC 2ാം നൂറ്റാണ്ടിൽ, പഴയ കാലമാണ്, പഴയൊരു ടൗണിൽ, ആ ഒരു ടൗണിലത്തെ രാജാവിൻ്റെ മകനായ രാജകുമാരൻ്റെ മാരീഡ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഈ രാജ്യം മൊത്തം എന്താണ്? അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേ ആണ് ഇന്ന്. ഓക്കെ. Who got married to the beautiful princess of the neighboring country. രാജകുമാരനെ ആരെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളതെന്നറിയോ? അയൽ രാജ്യത്തെ രാജാവിൻ്റെ മകളായ രാജകുമാരി, നല്ല ഭംഗിയുള്ള രാജകുമാരീനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? രാജകുമാരൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. People crowded on either side of the royal patch to welcome the prince. എല്ലാവരും എന്ത് ചെയ്തു? കൊട്ടാരത്തിൻ്റെ അവിടത്തുള്ള പാച്ചിൽ, റോയൽ പാച്ചിൽ എന്ത് ചെയ്തു? വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിൻസിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഓക്കെ. Rather than seeing the princess, all of them were curiously viewing the princess' wedding gift. എല്ലാവർക്കും പ്രിൻസസിനെ അല്ലായിരുന്നു കാണേണ്ടത്. എന്തായിരുന്നു? ആ പ്രിൻസ് എന്തായിരിക്കും പ്രിൻസസിന് കൊടുത്തുള്ള വെഡ്ഡിങ് ഗിഫ്റ്റ് എന്താണെന്നാണ് അവരുടെ ആകാംക്ഷ. എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് അവർ. പ്രിൻസസിനൊന്നും അല്ല അവർക്ക് കാണേണ്ടത്, എന്താണ് ആ ഗിഫ്റ്റ് എന്നാണ് കാണേണ്ടത് അല്ലേ? A huge golden statue with a human head on a horse's body. അതെന്തായിരുന്നു എന്നോ? അതൊരു ഹ്യൂജ് ഗോൾഡൻ സ്റ്റാച്ചു ആയിരുന്നു. അതായത് ഒരു സ്വർണ്ണ പ്രതിമയായിരുന്നു കേട്ടോ. അതെന്തായിരുന്നു? ഹോഴ്സസ് ബോഡി, കുതിരയുടെ ബോഡിയും, അതായത് ഉടലും, കുതിരയുടെ ഉടലും, പിന്നെയോ ഒരു മനുഷ്യൻ്റെ തലയുമുള്ള ഒരു കുതിരയുടെ സ്വർണ്ണ സ്റ്റാച്ചു ആണ് അത് കൊടുത്തിട്ടുള്ളത്. സ്വർണ്ണ പ്രതിമയാണ് പ്രിൻസസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ട് ദ ജോയ്ഫുൾ ഡേയ്സ് ഡിഡിൻറ്റ് ലാസ്റ്റ് ലോങ്. എന്താണ് പറയുന്നത്? ആ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ പെട്ടെന്ന് മറഞ്ഞു. ദ ടൗൺ വാസ് സ്ട്രക്ക് ബൈ എ സെവർ ഡ്രോട്ട്. എന്തായി? ഒരു വരൾച്ചയ്ക്ക് കാരണമായി. ആ ടൗണ് മൊത്തം വരൾച്ചയായി. പെട്ടെന്ന് അവർക്ക് ആ സന്തോഷം ആഘോഷിക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ടൗൺ മൊത്തം എന്തായി? വരൾച്ചയിലായി. ടു നോ ദ റീസൺ ഫോർ ദി ഡ്രോട്ട് ആൻഡ് ടു പ്രിസ്ക്രൈബ് റെമഡി, ദ കിങ് അസംബിൾഡ് ഓൾ ദി ഗ്രേറ്റ് ആസ്ട്രോളജേഴ്സ് ഓഫ് ദി ലാൻഡ്. ആ ലാൻഡിലെ ഇതിൻ്റെ റീസൺ അവർക്ക് അറിയണം, ഇതിൻ്റെ റെമഡിയും അറിയണം. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം, റെമഡി എന്ന് പറഞ്ഞാൽ ഇതിനുള്ളൊരു എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ ആ റെമഡി അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ രാജാവ് എന്ത് ചെയ്തു? ആ രാജ്യത്തെ നല്ല ആസ്ട്രോളജേഴ്സിനെ കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ അടുത്ത് ചോദിച്ചു, എന്താണ് ഇതിനുള്ള റെമഡി, എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് ചോദിച്ചു.
Their finding was that the drought was brought about by the prince's wedding gift. ആ ലാൻഡിലുണ്ടായ വരൾച്ചയ്ക്കുള്ള കാരണം എന്തായിരുന്നു എന്നറിയോ? പ്രിൻസസിന് വേണ്ടിയിട്ട് വെഡ്ഡിങ് ഗിഫ്റ്റായി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഗോൾഡൻ സ്റ്റാച്ചു ആയിരുന്നു. ദ ഗോൾഡൻ സ്റ്റാച്ചു. ഓക്കെ, ടു റെമഡി ദ സിറ്റുവേഷൻ, അതിനുള്ള റെമഡി പറഞ്ഞു അവർ. ദേ റെക്കമെൻഡഡ് ദ ഗോൾഡൻ സ്റ്റാച്ചു ടു ബി ത്രോൺ ഫ്രം ദി എഡ്ജ് ഓഫ് ദി എർത്ത്. എന്താ ചെയ്യേണ്ടത്? എർത്തിൻ്റെ എഡ്ജിൽ നിന്ന്, അതായത് ഭൂമിയുടെ അറ്റത്ത് നിന്ന് അതെന്ത് ചെയ്യണം? താഴോട്ട് വലിച്ചെറിയണം. ആ ഗോൾഡൻ സ്റ്റാച്ചു താഴോട്ട് വലിച്ചെറിയണം, എന്നാലേ ഈ വരൾച്ച മാറും എന്നാണ് എന്ത് പറഞ്ഞത്? അവർ പറഞ്ഞു കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മലയാളത്തിലെ കഥയുണ്ട്. BCE 2-ാം നൂറ്റാണ്ടിലെ ഒരു പുരാതന പട്ടണം. ഓക്കെ, ജനങ്ങൾ എല്ലാവരും ആഹ്ലാദത്തിമിർപ്പിലാണ്. കാരണം തങ്ങളുടെ രാജകുമാരൻ അയൽ രാജ്യത്തെ അതീവ സുന്ദരിയായ രാജകുമാരിയെ വിവാഹം ചെയ്ത് രാജ്യത്തേക്ക് എഴുന്നള്ളുന്ന ദിവസമാണ്. അവരെ വരവേൽക്കാൻ രാജവീതിയുടെ ഇരുവശങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. രാജകുമാരിയെ കാണുന്നതിനേക്കാൾ കൗതുകത്തോടെ അവർ വീക്ഷിച്ചത് വിവാഹ സമ്മാനമായി ലഭിച്ച കുതിരയുടെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള കൂറ്റൻ സ്വർണ്ണ പ്രതിമയെ ആയിരുന്നു. ആഘോഷ ദിനങ്ങൾ അധിക നാൾ നിലനിന്നില്ല. ആ പട്ടണം അതിരൂക്ഷമായ ഒരു വരൾച്ചയിൽ അകപ്പെട്ടു. വരൾച്ചയുടെ കാരണവും പ്രതിവിധിയും അറിയുന്നതിനായി രാജാവ് രാജ്യത്തുള്ള ജ്യോതിഷ പണ്ഡിതന്മാരെ വിളിച്ചു ചേർത്തു. രാജകുമാരന് വിവാഹ സമ്മാനമായി ലഭിച്ച സ്വർണ്ണ പ്രതിമ രാജ്യത്ത് കൊണ്ടുവന്ന ദൗർഭാഗ്യമാണ് വരൾച്ചയ്ക്കുള്ള കാരണമായി അവർ കണ്ടെത്തിയത്. ഓക്കെ, ആ ഒരു സാധനത്തു നിന്നാണ് ഇങ്ങനെ വരൾച്ച ഉണ്ടാവാനുള്ള കാരണം എന്നാണ് അവർ പറയുന്നത്. പ്രതിവിധിയായി അവർ നിർദ്ദേശിച്ചു. എന്താണ് നിർദ്ദേശിച്ചത്? സ്വർണ്ണ പ്രതിമയെ ഭൂമിയുടെ അറ്റത്ത് കൊണ്ടുപോയിട്ട് താഴേക്ക് ഉപേക്ഷിക്കുക. അതായിരുന്നു അവർ അതിന് വേണ്ടിയിട്ടുള്ള പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത്, റെമഡി ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത്. ഹാവിൻ യു റീഡ് ദ സ്റ്റോറി? നിങ്ങൾ ആ സ്റ്റോറി റീഡ് ചെയ്തല്ലോ. ഡു യു തിങ്ക് ദേ കുഡ് ത്രോ ദ സ്റ്റാച്ചു ഫ്രം ദി എഡ്ജ് ഓഫ് ദി എർത്ത്? അവർ ഈ എർത്തിൻ്റെ എഡ്ജ് കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് ആ സ്റ്റാച്ചു താഴത്തോട്ട് ഇടുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? എർത്തിന് എഡ്ജില്ല. കാരണം ഭൂമിക്ക് അറ്റമില്ലല്ലോ. ഇല്ല, ഭൂമി എത്തിയെടുത്തുനിന്ന് തന്നെ എത്തും. അപ്പോൾ അറ്റമില്ല ഭൂമിക്ക്. അവർ താഴോട്ടിടാനാണ് പറഞ്ഞത്. അന്നത്തെ ജ്യോതിശാസ്ത്രന്മാരൊക്കെ വിശ്വസിച്ചിരുന്നത് ഭൂമി ഫ്ലാറ്റ് ആയിരുന്നു എന്നാണ്. ഫ്ലാറ്റ് മീൻസ് പരന്നതായിരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിക്ക് അറ്റമുണ്ട് എന്നായിരുന്നു അവരെ അന്നത്തെ കാലത്തെ വിശ്വാസം. ഓക്കെ, പിന്നെ കുറേ ശാസ്ത്രജ്ഞന്മാരും ജ്യോതിശാസ്ത്രജ്ഞന്മാരും കുറേ ആളുകൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഭൂമിയുടെ റിയൽ ഷേപ്പിനെ പറ്റിയിട്ടൊക്കെ അവർക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ച കുറച്ച് ആളുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലാക്കി തരുന്നത് എർത്ത് അറ്റമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെയിൽസിനെ പറ്റിയിട്ടാണ്. തെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളെ പറ്റിയിട്ട്. അപ്പോൾ ഈ തെയിൽസ് ജീവിച്ചിരിക്കുന്ന BCE 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഇദ്ദേഹമാണ്, അതായത് ഈ ചിത്രത്തിൽ കാണുന്നതാണ് തെയിൽസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ തെയിൽസ് BCE 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു. ഇദ്ദേഹമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ഓക്കെ, എന്നാൽ ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? ഒരു ഗോളാകൃതിയിലാണ് ഭൂമി ഉള്ളത്, ഈ ഭൂമി ഒരു ജലത്തിൽ പൊങ്ങിക്കിടക്കായിരുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്, അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഏറ്റു പറയാൻ തുടങ്ങി. ഓക്കെ, ദ കോൺസെപ്റ്റ് ഓഫ് എ സ്ഫെരിക്കൽ എർത്ത് വാസ്, എന്നാലും കുറച്ച് പേർക്ക് ഇതൊരു കൺഫ്യൂഷനായിരുന്നു. എർത്ത് പരന്നിട്ടല്ലേ, കാണുമ്പോൾ ഒക്കെ പരന്നിട്ടാണ്, എങ്ങനെയാണ് ഇതൊരു പന്ത് പോലെ ഗോളായിട്ട് കിടക്കുന്നതെന്നൊക്കെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ ദ കോൺസെപ്റ്റ് ഓഫ് എ സ്ഫെരിക്കൽ എർത്ത് the concept of a spherical earth was first put forward by the Greek philosopher Thales in the 7th century BCE. However, he believed that its sphere floated on water. Okay, അപ്പോൾ ഇതാണ് തെയിൽസ്
അപ്പോൾ തെയിൽസ് പറഞ്ഞത് എന്തായിരുന്നു? ഭൂമി ഒരു ഗോളാകൃതിയിലാണുള്ളത്. ഈ ഗോളാകൃതി ഒരു ജലത്തിൽ പൊങ്ങിക്കിടക്കുമായിരുന്നു എന്നാണ് നമ്മുടെ തെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്തതായിട്ട് 3 പേരെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അരിസ്റ്റോട്ടിൽ, പൈതഗോറസ്, കോപ്പർനിക്കസ്. ഇവർ 3 പേരും പറഞ്ഞത് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വായിക്കാം. ദ ഗ്രീക്ക് ഫിലോസഫേഴ്സ് പൈതഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ദി എർത്ത് ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. എർത്ത് എന്താണ്? സ്ഫെറിക്കൽ ഷേപ്പിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആയിട്ടുള്ള പൈതഗോറസും അരിസ്റ്റോട്ടിലും പറഞ്ഞു. ദ പീരീഡ് സോ ന്യൂമേഴ്സ് ഓപ്പോസിഷൻസ് എഗെയിൻസ്റ്റ് ദിസ് വ്യൂ. ഇതിനുള്ള ഈ ഒരു വ്യൂവിന്, ഇങ്ങനെ ഗോളാകൃതിയിലാണെന്നുള്ള വ്യൂവിന് കുറേ പേര് ഓപ്പോസിഷൻസ് ഉണ്ടായിരുന്നു, എതിർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലേറ്റർ കുറച്ച് കഴിഞ്ഞിട്ട് കോപ്പർനിക്കസ് സ്ട്രോങ്ലി സപ്പോർട്ടഡ് ദിസ് കോൺസെപ്റ്റ്. കോപ്പർനിക്കസ് എന്ന് പറയാമല്ലോ, ഈ ചിത്രത്തിൽ കാണുന്നതാണ് കോപ്പർനിക്കസ്. ഇദ്ദേഹം സ്ട്രോങ് ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്തു. കാരണം ഇദ്ദേഹം ഇതും തെളിയിച്ചു ഗോളാകൃതിയിലാണുള്ളതെന്ന് തെളിയിച്ചു. ഓക്കെ, ഇവർ കുറച്ചുകൂടെ കടന്ന് ചിന്തിച്ചു അല്ലേ? നേരത്തെ നമ്മുടെ ആരായിരുന്നു? തെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? ഇത് ഗോളാകൃതിയിലാണുള്ളത്, പക്ഷേ ഇതൊരു വെള്ളത്തിൽ പൊങ്ങി നിൽക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവർ കുറച്ചും കൂടെ ചിന്തിച്ചിട്ട് എന്തായിരുന്നു? ഇതിനെ കുറച്ചുകൂടെ തെളിയിച്ചവരാണ് ഈ 3 പേരും, അരിസ്റ്റോട്ടിൽ, പൈതഗോറസ്, കോപ്പർനിക്കസ്. എന്തായിരുന്നു? ഗ്രീക്ക് തത്വചിന്തകന്മാരായ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത്. ഓക്കെ, ആ കാലഘട്ടത്തിൽ ഈ ആശയത്തോട് വളരെയധികം വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീട് കോപ്പർനിക്കസ് ഈ ആശയത്തെ ശക്തമായി പിന്താങ്ങി. അപ്പോഴാണ് ഇത് ഗോളാകൃതിയാണ് ഭൂമിക്കെന്ന് എല്ലാവർക്കും മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ആര്യഭട്ടനാണ്, അല്ലെങ്കിൽ ആര്യഭട്ട എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഇദ്ദേഹം ഈ ചിത്രത്തിൽ കാണുന്നതാണ് കേട്ടോ ആര്യഭട്ട. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്തായെന്ന് നമുക്ക് വായിച്ചു നോക്കാം അല്ലേ? ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭട്ടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ ആര്യഭട്ടൻ കുറച്ചുകൂടെ ചിന്തിച്ചിട്ട് പറഞ്ഞു ഭൂമിക്ക് ഗോളാകൃതിയാണ്, അത് കറക്റ്റാണ്. പിന്നെ എന്താണ്? ഒരു സാങ്കല്പിക അച്ചുതണ്ടിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി സ്വയം കറങ്ങുന്നുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചു. പറയുകയും ചെയ്തു ആര്യഭട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ പറഞ്ഞു. ആര്യഭട്ട, ദ ഇന്ത്യൻ അസ്ട്രോണമർ സ്ട്രോങ്ലി ബിലീവ്ഡ് ദി ഷേപ്പ് ഓഫ് ദി എർത്ത് ടു ബി സ്ഫെറിക്കൽ ആൻഡ് ദാറ്റ് ഇറ്റ് സ്പിൻസ് ഓൺ ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു ഉള്ളത് കേട്ടോ. അപ്പം ഇനി അടുത്തതായിട്ട് സർ ഐസക് ന്യൂട്ടൻ ആണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഭൂമിക്ക് ഓരോരുത്തരും ഓരോ രീതിയിലുള്ളതാണ് പറയുന്നത് അല്ലേ? അപ്പം ഇനി നമുക്ക് സർ ഐസക് ന്യൂട്ടൻ എന്താണ് ഭൂമിയെ പറ്റിയിട്ട് പറഞ്ഞതെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് സർ ഐസക് ന്യൂട്ടൻ. കാണാത്തവർ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സർ ഐസക് ന്യൂട്ടൻ ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതി ഇല്ലെന്ന് കണ്ടെത്തി. കറക്റ്റാണ്. കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതിയാണോ ഭൂമിക്കുള്ളത്? അല്ല. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ചത് എന്തായിരുന്നു? ഭൂമിക്ക് കറക്റ്റായിട്ടുള്ള ഗോളാകൃതിയല്ല. അദ്ദേഹം തള്ളിയില്ല, അത് ഗോളാകൃതിയാണെന്ന് തള്ളിയില്ല, പക്ഷെ കറക്റ്റായിട്ടുള്ളതല്ല. ധ്രുവപ്രദേശങ്ങളിൽ അത് അല്പം പരന്നതാണ്, മധ്യഭാഗം ചെറുതായിട്ട് വീർത്തതുമാണ്. അതുകൊണ്ട് തന്നെ ഗോളാകൃതിയാണെന്ന് അദ്ദേഹത്തിന് അങ്ങനെ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ഇതെന്താണ്? ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഗോളാകൃതിയാണെന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത്. സർ ഐസക് ന്യൂട്ടൻ പ്രൂവ്ഡ് ദാറ്റ് ദി എർത്ത് ഈസ് നോട്ട് ട്രൂലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് ബട്ട് സ്ലൈറ്റ്ലി ഫ്ലാറ്റേൺഡ് അറ്റ് ദി പോൾസ് ആൻഡ് ബൾജ്ഡ് ഇൻ ദി മിഡിൽ. ഇതാണ് പറയുന്നത്. ഓക്കെ, സർ ഐസക് ന്യൂട്ടൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഇങ്ങനെ ഓരോരുത്തരും നമ്മുടെ ഭൂമിയെ പറ്റിയിട്ട് ഭൂമിയുടെ ഷേപ്പിനെ പറ്റിയിട്ട് ഭയങ്കര തർക്കമുണ്ടായ കാര്യമായിരുന്നു. ഭൂമിക്ക് ഷേപ്പ് ആ ഒരു രീതിയിലാണ്, പരന്നിട്ടാണ്, ഗോളാകൃതിയിലാണ്, വട്ടത്തിലാണ്, അങ്ങനെ കുറേ ഇതുകൾ വന്നു. ഭൂമി പൊങ്ങിക്കിടക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം കണ്ടുപിടിച്ചത് നമ്മൾ സർ ഐസക് ന്യൂട്ടൻ ആണ്. ഓക്കെ, സർ ഐസക് ന്യൂട്ടൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ കറക്റ്റ് ഷേപ്പിനൊരു പേരൊക്കെ പറയട്ടോ. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദി എർത്ത് വിച്ച് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റേൺഡ് ആറ്റ് the poles and bulged at the equator is known as geoid. This word geoid means earth shaped. എന്താണ്? ധ്രുവങ്ങളിൽ അല്പം പരന്നത്. നമ്മൾ സർ ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചതാണ്. കറക്റ്റ്
കറക്റ്റ് നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കുറേ കാര്യം കാരണം ഈ സ്പേസിലേക്ക് നമ്മൾ കുറേ ഉപഗ്രഹങ്ങളൊക്കെ വിട്ടിട്ടതുകൊണ്ട് നമ്മുടെ എർത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയതുകൊണ്ട് നമുക്ക് മനസ്സിലായി കറക്റ്റ് എന്താണ് ഷേപ്പ് എന്ന് മനസ്സിലായി. സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞതാണെന്നൊക്കെ മനസ്സിലായില്ലേ. ധ്രുവങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെയാണ് ജിയോയിഡ് എന്ന് വിളിക്കുന്നത്. ജിയോയിഡ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ആകൃതിയാണ് കേട്ടോ. ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി, എർത്ത് ഷേപ്പ് എന്നാണ്. ഓക്കെ, അപ്പോൾ ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ജിയോയിഡ് എന്ന് വിളിക്കുന്നത്. ജിയോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഓക്കെ, എർത്ത് ഷേപ്പ്ഡ്. ഇനി നമുക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നു അല്ലേ, കംപ്ലീറ്റ് ദി ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടായിരുന്നു അല്ലേ. തെയിൽസ് എന്തായിരുന്നു പറഞ്ഞത്, പൈതഗോറസ് എന്തായിരുന്നു പറഞ്ഞത്, പിന്നെ ആര്യഭട്ട പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എർത്ത് സ്പിൻസ് ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സസ്. പിന്നെ ഐസക് ന്യൂട്ടൺ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നൊക്കെയുള്ള ഒരു ടാബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ദി ടാബിൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. തെയിൽസ് എന്താ പറഞ്ഞത്, ദ കോൺസെപ്റ്റ് ഓഫ് എ സ്ഫെരിക്കൽ എർത്ത് ഈസ് ഫ്ലോട്ടഡ് ഓൺ വാട്ടർ. ഇത് എന്താണ്, സ്ഫെരിക്കൽ ഷേപ്പിലാണ് ഉള്ളത്, അതായത് ഒരു ഗോളാകൃതിയിലാണ് ഉള്ളത്, പക്ഷേ ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ പൈതഗോറസ് പറഞ്ഞു ദ എർത്ത് ഈസ് സ്ഫെരിക്കൽ ഇൻ ഷേപ്പ്, സ്ഫെരിക്കൽ ഷേപ്പിലാണ് ഉള്ളതെന്ന് പൈതഗോറസും നിക്കോളസ് കോപ്പർനിക്കസും പിന്നെ ആര് പറഞ്ഞ അരിസ്റ്റോട്ടിലൊക്കെ ഇതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പൈതഗോറസിന് മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമ്മളത് എഴുതി. ഇനി ആര്യഭട്ടൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എർത്ത് സ്പിൻസ് ഇറ്റ്സ് ഓൺ ഇമാജിനറി ആക്സിസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഐസക് ന്യൂട്ടൺ എന്താ പറഞ്ഞത്, ദ എർത്ത് ഈസ് നോട്ട് ട്രൂലി സ്ഫെരിക്കൽ ഇൻ ഷേപ്പ് ബട്ട് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദി പോൾസ് ആൻഡ് ബൾഗ്ഡ് ഇൻ ദി മിഡിൽ. ഇതാണ് നമ്മുടെ ഐസക് ന്യൂട്ടൺ പറഞ്ഞത്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ദി ടേബിൾ. നിങ്ങൾ എഴുതാം കേട്ടോ നോട്ടിലോട്ട്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ അടുത്തത് ഇതിന് മലയാളം പട്ടിക പൂരിപ്പിക്കുക. തെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ഫിനിഷ് ആക്കാതെ കൊടുത്തിട്ടുണ്ട്. പൈതഗോറസ് കൊടുത്തിട്ടില്ല. ആര്യഭടൻ്റെ അവിടെ ഭൂമി സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐസക് ന്യൂട്ടൺ ആയിരുന്നു, ഐസക് ന്യൂട്ടൻ്റെ അവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. തെയിൽസ് ഭൂമി ഗോളാകൃതിയിലാണ് ഉള്ളത് അല്ലേ, ഭൂമി ഗോളാകൃതിയിലാണ് ഉള്ളത്. ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയാണെന്നാണ് തെയിൽസിൻ്റെ നിഗമനം. പിന്നെയോ പൈതഗോറസിൻ്റെയോ ഭൂമി ഗോളാകൃതിയിലാണ് ഉള്ളത്. പിന്നെ ആര്യഭടൻ്റെ എന്തായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഭൂമി സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. എല്ലാവർക്കും ഗോളാണെന്ന് മനസ്സിലായി. ആദ്യത്തെ എന്തായിരുന്നു, പരന്നിട്ടായിരുന്നു എന്നായിരുന്നു. എല്ലാവർക്കും ഗോളാണെന്ന് മനസ്സിലായി. പിന്നെ കറക്റ്റ് എങ്ങനെയുള്ള ഗോളാണെന്ന് മനസ്സിലാക്കി കൊടുത്തത് നമ്മുടെ ഐസക് ന്യൂട്ടൺ ആണ്. ഓക്കെ, ഐസക് ന്യൂട്ടൻ്റെ നിഗമനം എന്തായിരുന്നു, ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതി ഇല്ലെന്ന് കണ്ടെത്തി. ധ്രുവ പ്രദേശങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്നാണ് അദ്ദേഹം സ്ഥാപിച്ചത്. ഓക്കെ, ഐസക് ന്യൂട്ടൺ സ്ഥാപിച്ചത്, ഓരോരുത്തർ സ്ഥാപിച്ചതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു പട്ടികയാണ് ഇവിടെ പൂരിപ്പിക്കാൻ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പം ഇനി അടുത്തത് അമ്പമ്പോ എത്ര വലുതാണ് ഈ ഭൂമി അങ്ങനെയുള്ളൊരു ഭാഗമാണ് കേട്ടോ. അല്ലെങ്കിൽ ഹൗ ബിഗ് ദി എർത്ത് ഈസ് എന്നുള്ള ഭാഗമാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട് കൂട്ടുകാരെ? എത്ര ദൂരമുണ്ട്? ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ ഉണ്ടാവും അല്ലേ. അടുത്തുള്ളവരുണ്ടാവും, അങ്ങനെ ദൂരമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ദൂരം നിങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ സ്കൂളിൽ എത്തിച്ചേരുവാൻ എത്ര സമയം വേണ്ടി വരും? നിങ്ങൾ ഇപ്പോൾ ബസ്സിലും വേറെ വാഹനങ്ങളിലൊക്കെ ആയിരിക്കും സ്കൂളുകൾക്ക് പോകുന്നതല്ലേ, അടുത്തുള്ളവർ മാത്രം നടന്നു പോകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ 2 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടെന്ന് കരുതും സ്കൂളിലോട്ട്. അപ്പോൾ ഇത് നടന്നു പോവുകയാണെങ്കിൽ എത്ര സമയം നിങ്ങൾക്ക് വേണ്ടി വരും? കൂടി പോയാൽ 2 മണിക്കൂർ അല്ലേ. നമുക്ക് നല്ല പണി വിട്ടിട്ട് നമ്മൾ നടക്കേണ്ടി വരും, ക്ഷീണിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറേ സമയം എടുക്കേണ്ടി വരും. കൃത്യ സമയം നമുക്ക് പറയാൻ പറ്റില്ല. കാനഡക്കാരനായ ജീൻ ബാലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വയ്ക്കാൻ എത്ര വർഷം വേണ്ടി വന്നു എന്നറിയാമോ? ഒരു കാനഡക്കാരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, ജീൻ ബാലിവോ. ഇദ്ദേഹം ഒരു സാഹസിക സഞ്ചാരിയായിരുന്നു. കാൽനടയായിട്ടും കപ്പൽ യാത്രയായിട്ട് ഇദ്ദേഹം ഭൂമിയെ വലം വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഭൂമിയെ മൊത്തം ചുറ്റിയിട്ടുണ്ട്. ഭൂമിയെ മൊത്തം ചുറ്റി വന്ന ഒരാളാണ് ഈ കാനഡക്കാരനായ ജീൻ ബാലിവോ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് എടുത്തിട്ടുള്ള ഏകദേശം 11 വർഷങ്ങൾ എടുത്തിട്ടാണ് ഇദ്ദേഹം കാൽനടയായിട്ടും കപ്പൽ യാത്രയായിട്ടൊക്കെ ഭൂമിയെ ചുറ്റാനെടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഭൂമിക്ക് എത്ര വലുപ്പമുണ്ടെന്ന്. ഇതിൽ നിന്ന് ഭൂമി എത്ര വലുതാണെന്ന് ഊഹിക്കാമല്ലോ നിങ്ങൾക്ക്. നാം വസിക്കുന്ന ഈ ഗോളത്തിൻ്റെ ചുറ്റളവ് ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ ആണ്. നമ്മൾ വസിക്കുന്ന ഈ ഗോളം, അതായത് ഭൂമിയുടെ ഏകദേശം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 ലക്ഷം കിലോമീറ്റർ ആണ്. ഓക്കെ,
നമുക്ക് 2 കിലോമീറ്റർ തന്നെ നടക്കാൻ കുറേ സമയം എടുക്കുന്നു. പിന്നെ നോക്കൂ, 11 വർഷങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ 4 ലക്ഷം കിലോമീറ്റർ നമ്മുടെ ജീൻ വാലിവോ പോയത്. ഏകദേശമാണ് കേട്ടോ, 4 ലക്ഷം കിലോമീറ്ററും ഏകദേശമാണ് 11 വർഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് വായിക്കാം. ഹൗ ബിഗ് ദി എർത്ത് ഈസ്. ഹൗ ഫാർ ഈസ് യുവർ സ്കൂൾ ഫ്രം ഹോം. How long will it take to cover this distance on foot? Do you know how long it took Jean Beliveau, the Canadian explorer, to trek and sail around the world? About 11 years. Now can't you imagine how big the earth is? The circumference of the sphere on which we live is about 4 lakh കിലോമീറ്റേഴ്സ്. ഇതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഇറാത്തോസ്തെനീസിനെ പറ്റിയിട്ടുള്ളൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡു യു നോ ഹൂ ഫസ്റ്റ് അറ്റംപ്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദി സൈസ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ വലിപ്പം കണ്ടെത്തുവാൻ ആദ്യമായി ശ്രമിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോളി ബേസ്ഡ് ഓൺ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് ദി സൺസ് റേസ്. Eratosthenes, the Greek philosopher, calculated the circumferences of the earth to be 250,000 stadia, the then commonly used unit for distance in Greece. Okay, which is surprisingly close to its real circumferences. Remember that there was no modern means to measure the same during that period. എന്താണ് ഭൂമിയുടെ വലിപ്പം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ശ്രമിച്ചത് ആരായിരുന്നു? വലിപ്പമാണ് കേട്ടോ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതായത് ഷേപ്പല്ല, വലിപ്പം കണ്ടെത്താൻ ശ്രമിച്ചത് ആരാണെന്ന് അറിയാമോ? BC 3-ാം നൂറ്റാണ്ടിലാണ് കണ്ടെത്തിയത്. ഗ്രീക്ക് തത്വചിന്തകനായ ഇറാത്തോസ്തെനീസ്, ഈ ചിത്രത്തിൽ കാണുന്ന ഇറാത്തോസ്തെനീസ്, സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന് കോണളവിനെ മാത്രം ആശ്രയിച്ചാണ് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയ, അല്ലെങ്കിൽ ഗ്രീസിൽ അക്കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റ് ആയിരുന്നു സ്റ്റേഡിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 2,50,000 സ്റ്റേഡിയ എന്ന് കണ്ടെത്തിയത്. ഭൂമിയുടെ യഥാർത്ഥ ചുറ്റളവിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഈ കണക്ക് അദ്ദേഹം കണ്ടെത്തിയത് ഇന്നത്തെ പോലെ സംവിധാനങ്ങളൊന്നുമില്ലാത്തായിരുന്നു ഉണ്ടായിരുന്ന കാലത്തായിരുന്നു. ഇങ്ങനെ ഇത്രയും അടുത്താണ്, നമ്മുടെ ശരിക്കുള്ള ഭൂമിയുടെ ചുറ്റളവിൻ്റെ അടുത്താണ് 2,50,000 സ്റ്റേഡിയ അദ്ദേഹം കണ്ടെത്തിയത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണെന്ന് നമ്മളടുത്ത് ഓർക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഭൂമിയുടെ ആകൃതി എന്തായിരുന്നു എന്നായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ. എന്തായിരുന്നു? ജിയോയിഡാണ് ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത്. പിന്നെ ഭൂമിയുടെ ആകൃതിയുടെ സവിശേഷത വ്യക്തമാക്കാമോ എന്നായിരുന്നു അടുത്ത ചോദ്യം. എന്താണ്? ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് വിളിക്കുന്നു. ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി അല്ലെങ്കിൽ എർത്ത് ഷേപ്പ് എന്നാണ്. ഇത് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നെയിം ദ യുണീക്ക് ഷേപ്പ് ഓഫ് ദി എർത്ത്. ഷേപ്പ് എന്താണ്? ജിയോയിഡാണ്. ഓക്കെ, പിന്നെ എന്താണ്? എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി ഷേപ്പ് ഓഫ് ദി എർത്ത്. അപ്പം എന്താണ് എർത്തിൻ്റെ ഫീച്ചേഴ്സ്, ഷേപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദി എർത്ത് വിച്ച് ഈസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് അറ്റ് ദി പോൾസ് ആൻഡ് ബൾഗ്ഡ് അറ്റ് ദി ഇക്വാറ്റർ ഈസ് നൗൺ ആസ് ജിയോയിഡ്. ദ വേർഡ് ജിയോയിഡ് മീൻസ് എർത്ത് ഷേപ്ഡ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഹോംവർക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എനിക്കറിയുന്നതാണെങ്കിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താനുള്ള സമയമായി. നിങ്ങൾ വർക്ക്ഷീറ്റുകളും എല്ലാം നിങ്ങൾ നോക്കി എഴുതുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ് നിർത്താൻ പോവുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല ക്ലാസ്സുമായിട്ട് വരുന്നത് വരെ ബായ്.